ഇന്നത്തെ എൻ്റെ ഒഴിവു സമയം ഞാനൊരു യാത്രയെക്കുറിച്ച് എഴുതി. ഇതുവരെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളുടെ ആത്മയാത്രയായി ഇത് കണക്കാക്കാം. ട്രെയിൻ ടിക്കറ്റ് എടുക്കാതെ, ബാഗ് പാക്ക് ചെയ്യാതെ, കാലുകൾ പോലും അനങ്ങാതെ ഇന്നത്തെ എൻ്റെ എഴുത്തിലൂടെ ഞാൻ വാരണാസിയിലെത്തി. ചില യാത്രകൾക്ക് പോകാൻ ജീവിതം അനുവദിക്കാറില്ലല്ലോ. എൻ്റെ മൊബൈൽ സ്ക്രീനിൽ ഞാൻ കണ്ട വാരണാസി. സ്ക്രീനിൽ ഈ വശത്ത് ഞാനിരിക്കുമ്പോൾ ആ സ്ക്രീനിൻ്റെ അപ്പുറത്ത് ജീവിതവും മരണവും ഒരുമിച്ച് കത്തുന്നൊരു നഗരം. ഗംഗാനദി. അവളുടെ വെള്ളം ഒരാളെ ശുദ്ധമാക്കുമോ? അല്ലെങ്കിൽ അയാളുടെ കഥകൾ കൊണ്ടുപോകുമോ? അറിയില്ല. പക്ഷേ ഗംഗ, അവൾ എൻ്റെ ഉള്ളിലെ ഒരുപാട് വേദനകൾ മൃദുവായി ഒഴുക്കിക്കൊണ്ടുപോയി. ആരതി നടക്കുമ്പോൾ ആ വിളക്കുകൾ കത്തുന്നത് ഞാൻ കണ്ടു. ഓരോ വിളക്കും ഓരോ പ്രാർത്ഥന പോലെ. അമ്മയ്ക്ക് സുഖം കിട്ടണം, കടം മാറണം, കുഞ്ഞ് ജനിക്കണം, ഈ വേദന ഒന്ന് തീരണം. അവിടെ ഉണ്ടായിരുന്നവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ പ്രാർത്ഥന ഞാൻ ആദ്യമായി കേട്ടു. എനിക്ക് സമാധാനം വേണം. വാരണാസിയിൽ മരണം ഒരു ഭയമല്ല, ഒരു സത്യം മാത്രമാണ് എന്നന്ന് എനിക്ക് മനസ്സിലായി. അവിടെ മരിക്കുന്നവരെ കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നിയില്ല. പകരം ഒരു ചോദ്യം വന്നു. ഇത്രയും വർഷം ജീവിച്ചിട്ട് ഞാൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചു. വാരണാസിയിൽ കാലുകൊണ്ട് നടക്കാത്ത ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ദൂരം നടന്നു. അവിടെയുണ്ടായിരുന്ന ഓരോ പടിയും എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടം പോലെ. ചില പടികൾ വളരെ സുഗമമായി, ചിലത് വേദനിപ്പിച്ചു. പക്ഷേ എല്ലാം തന്നെ എനിക്ക് വേണ്ടിയായിരുന്നു. അവസാനം വീഡിയോ അവസാനിച്ചപ്പോൾ വാരണാസി പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ തങ്ങി നിന്നു. ഞാൻ അവിടെ പോയില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ വാരണാസി എന്നെ വിട്ടുപോയില്ല. ഒരുപാട് ജന്മങ്ങൾ ഉണ്ടാകും ഇതുപോലെ, പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ കഴിയാതെ. ഒരിക്കൽ, എപ്പോഴെങ്കിലും, ഏതെങ്കിലും ജന്മത്തിൽ വാരണാസി എന്നെ കാത്തിരിക്കും.